ജനുവരി 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വിൻസെന്റ് പള്ളൂട്ടി, വിശുദ്ധ വിൻസെന്റ്, സൊറായിലെ വിശുദ്ധ ഡൊമിനിക്, നവാരയിലെ വിശുദ്ധ ഗൗഡൻസിയൂസ്, വിശുദ്ധ ഔറേൻഡിയൂസ്, വിശുദ്ധ വിക്ടർ. വിശുദ്ധ വിൻസെന്റ് പള്ളൂട്ടി 1798 1850 കാലഘട്ടത്തിലാണ് വിശുദ്ധ വിൻസെന്റ് പള്ളൂട്ടി ജീവിച്ചിരുന്നത്. 10 മക്കളിൽ മൂന്നാമത്തെ കുട്ടിയായി 1795 ഏപ്രിൽ 21 റോമിലാണ് സെന്റ് വിൻസെന്റ് പള്ളൂട്ടി ജനിച്ചത്. പീറ്റർ പോൾ പള്ളൂട്ടിയും ഭാര്യ മദ്ദലീനയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അവന്റെ ആദ്യകാലം മുതൽ തന്നെ അവന്റെ ഭക്തരായ മാതാപിതാക്കൾ അവനെ റോമിലെ അയൽപ്പക്കത്തെ പല പള്ളികളിലും ദിവസേനയുള്ള കുർബാനകൾക്കും മതപരമായ ആരാധനകൾക്കും കൊണ്ടുപോയി. അമ്മ അടുത്ത സുഹൃത്തായ ഫാദർ ഫാസിനിയുടെ ഉപദേശം തേടുന്നതുവരെ കുറച്ചുകാലം വിൻസെന്റ് പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. വിൻസെന്റിനൊപ്പം പരിശുദ്ധാത്മാവിന് ഒരു നൊവേന ഉണ്ടാക്കാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു. നൊവേന കഴിഞ്ഞ് ബാലന്റെ തലയിൽ എന്തോ അമർന്നു. അവൻ തന്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി. പാവപ്പെട്ടവരെ സഹായിക്കാൻ തന്നാൽ കഴിയുന്നത് ചെയ്യണമെന്ന് വിൻസെന്റിന് ജന്മസിദ്ധമായ ആഗ്രഹമായിരുന്നു. അവർക്ക് ഒരു നാണയം നൽകുന്നതിന് മുൻപ് അവൻ അത് അടുത്തുള്ള ജലധാരയിൽ കഴുകും. ഞാൻ ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അവൻ പറയും, ഞാൻ ക്രിസ്തുവിന് നാണയം നൽകുന്നു, അത് മനോഹരമായി കാണപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തപസ് ചെയ്യാൻ വിളിച്ചതായി തോന്നി അവൻ കുറച്ചു കഴിഞ്ഞ് അവൻ്റെ മാതാപിതാക്കളെ പിതാവായ ഫാസിനിയും തപസ്സിനെ കുറിച്ച് അറിയിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, നമുക്ക് വിൻസെന്റിനെ ശല്യപ്പെടുത്താതെ വിടാം. ഇത് ഞങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉയർന്ന വിളിയാണെന്ന് തോന്നുന്നു. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. സെയിന്റ് വിൻസെന്റിന്റെ യുവത്വത്തിൽ ഒരു മതയുവജന സംഘത്തിൽ വിൻസെന്റിന്റെ ആദ്യ രജിസ്ട്രേഷൻ പീറിസ്റ്റ് ഫാദർ സ്റ്റാഫുള്ള സാൻ പന്തലിയോണിലെ തന്റെ ഗ്രേഡ് സ്കൂളിലായിരുന്നു. വിൻസെന്റിന്റെ മരിയൻ വികസനം ഈ സ്കൂളിൽ നമ്മുടെ മാതാവിന്റെ തിരുനാളുകളുടെ ഗംഭീരമായ ആചരണങ്ങളും 12 നക്ഷത്രങ്ങളുടെ കിരീടം എന്ന് വിളിക്കപ്പെടുന്ന 12 ഹെയിൽമേരിയുടെ ഒരു ചെറിയ ജപമാലയുടെ ഭക്തിയോടെയും പരിപോഷിപ്പിക്കപ്പെട്ടു. വിൻസെന്റ് തികച്ചും ഒരു മതവിശ്വാസിയും ഗൗരവ സ്വഭാവക്കാരനുമായിരുന്നു. സെന്റ് ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ലോകപ്രശസ്ത കൊളീജിയോ റൊമാനോയിലാണ് വിൻസെന്റിന്റെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. അക്കാലത്ത് ജെസ്യൂട്ടുകൾ വർഷങ്ങളോളം അടിച്ചമർത്തപ്പെടുകയും പകരം മറ്റു വൈദികരെ നിയമിക്കുകയും ചെയ്തിരുന്നു. അവിടെ പഠിച്ചിരുന്ന ജെസ്യൂട്ടുകളുടെ അഗാധമായ പാരമ്പര്യവും സെന്റ് ഗോൺസാഗയുടെ മഹത്തായ അൾത്താരസ് ശവകുടീരവും അവഗണിക്കുവാൻ വിൻസെന്റിന് കഴിഞ്ഞില്ല. മാത്രമല്ല അത് വളരെ സജീവമായി നിലനിർത്തുകയും ചെയ്തിരുന്നു. വിശുദ്ധിയിലേക്കുള്ള പാതയിൽ അനുകരിക്കുവാൻ ജെസ്യൂട്ട് സെമിനാരിക്കാരനായ സെന്റ് ജോൺ ബെർച്ചമൻസിനെ പള്ളൂട്ടി തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് മറിയത്തോടുള്ള അവരുടെ ഇമാക്കുലേറ്റ് കൺസെപ്ഷനിലെ സ്നേഹത്തിൽ ഒരു കാലത്ത് എല്ലാ ജെസ്യൂട്ട് സ്കൂളുകളും ചെയ്തിരുന്നത് പോലെ കൊളീജിയോ റൊമാനോയ്ക്ക് അനുഗ്രഹീത കന്യകയുടെ സൊഡാലിറ്റി എന്നറിയപ്പെടുന്ന ഒരു വ്യതിരക്ത യുവജന സംഘടനയുണ്ടായിരുന്നു. സ്കൂളിന്റെ യൂണിറ്റ് ആദ്യത്തെ സൊഡാലിറ്റി ആയിരുന്നതിനാൽ അത് പ്രൈമ പ്രിയാരിയ എന്ന വിശിഷ്ടമായ തലക്കെട്ട് വഹിച്ചു. വിൻസെന്റ് അതിലെ തന്റെ അംഗത്വം വിലമതിച്ചു. മറിയത്തോടുള്ള തങ്ങളുടെ ഭക്തി വളരെ ഗൗരവമായി എടുത്ത തന്റെ സമപ്രായക്കാരുമായി ചേർന്ന് അദ്ദേഹം അത് പരിശീലിച്ചു. അദ്ദേഹത്തിന്റെ ലൈംഗിക പ്രവർത്തനങ്ങളോട് കിടപടയ്ക്കാവുന്നത് അദ്ദേഹത്തിന്റെ പ്രായച്ചിത്ത പ്രവർത്തികളാണ്. 1837 കോളറ ബാധയുടെ വേളയിൽ സ്വജീവൻ പണയം വെച്ചാണ് അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചത്. കത്തോലിക്ക പ്രവർത്തന സംഘമായി അദ്ദേഹം ആരംഭിച്ച സംഘടനയ്ക്ക് ജീവിതകാലത്ത് 12 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിത് ലോകമാസകലം വ്യാപിച്ചിട്ടുണ്ട്. പൗരസ്ത്യ സഭകളുടെ പുനരൈക്യത്തിനു വേണ്ടി എപ്പിഫനി അഥവാ പ്രത്യക്ഷീകരണ തിരുനാളിന്റെ 8ാം നാൾ അദ്ദേഹം ആചരിക്കാൻ തുടങ്ങി. വേദപ്രചാര വേലയിൽ അതീവ തൽപരനായിരുന്നു ഫാദർ വിൻസെന്റ്. നെപ്പോളിയന്റെ യുദ്ധങ്ങൾ ആത്മീയ ലോകത്ത് വരുത്തിവെച്ച കെടുതികൾ ഇല്ലാതാക്കാൻ അപ്പസ്തോലനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. പ്രസംഗപീഠത്തിലും കുമ്പസാരക്കൂട്ടിലുമുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ 2ാം ഫിലിപ്പിനേരി എന്ന പേര് അദ്ദേഹത്തിന് സമ്മാനിച്ചു. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി കഴിമരത്തിന് സമീപത്ത് അദ്ദേഹം പോയി പ്രാർത്ഥനാനിരതനായി നിൽക്കുമായിരുന്നു. ജയിലുകളുടെ തടവ് പുള്ളികളുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് അനുയായികളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുമായിരുന്നു. ആഗോള സുവിശേഷവത്കരണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി കത്തോലിക്ക പ്രേക്ഷിത സംഘം സ്ഥാപിച്ചു. 1853 അതിന് പേപ്പൽ അംഗീകാരം ലഭിച്ചു. അതാണ് ഇന്നത്തെ പള്ളോട്ടൈൻ സഭ. 1850 ജനുവരിയിൽ വിൻസെന്റ് പള്ളൂട്ടി ഈ ലോകവാസം വെടിഞ്ഞു. റോമിലെ സാൻ സൽവത്തോര ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോഴും അഴിയാതെ ഇരിക്കുന്നു. 1963 ജനുവരി 20 ജോൺ 23-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു.